പഹൽഗാം ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലേക്ക് സഞ്ചാരികൾ വരാതെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ജമ്മു കാശ്മീരിലേക്ക് സഞ്ചാരികളുടെ വലിയ പ്രവാഹമുണ്ടാകുന്നു. അത് ഇന്ത്യക്കകത്തു നിന്നുള്ള സഞ്ചാരികൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നുകൂടി സഞ്ചാരികൾ വരുന്നു. ഇവർ പ്രധാനമായും വരുന്നത് ഇപ്പോൾ റോഡ് മാർഗമല്ല, അതായത് റെയിൽവേ മാർഗം ജമ്മു കാശ്മീരിലേക്ക് എത്താൻ ട്രെയിനിലിരുന്നു കൊണ്ട് ആ ജമ്മു കാശ്മീരിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ, അവിടെ വന്നിട്ട് അതേ റെയിൽ മാർഗം തന്നെ തിരിച്ചു പോവുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആളുകളെ ആകർഷിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാത നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുകയാണ്. ചെനാബ് എന്ന് പറയുന്ന റെയിൽ പാത ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പം ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ ഒരു പാലം നിർമ്മിച്ച് അതിലൂടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ പോകുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വെള്ളിയാഴ്ചയോ മറ്റോ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഏതാണ്ട് 20-25 ദിവസത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് റെയിൽവേ അധികൃതർ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഒരു സന്ദേശം ഈ പാതയുടെ ഉദ്ഘാടന വേളയിൽ നൽകിയിരുന്നു. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഏതെങ്കിലും ഭീകര സംഘങ്ങൾ ഇന്ത്യക്കെതിരെ തലപൊക്കിയാൽ, ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാടായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം ആർജവമുള്ള ഒരു ഭരണാധികാരിയുടെ വാക്കുകളെ ഇന്ത്യൻ ജനത എങ്ങനെയാണ് വളരെ സന്തോഷത്തോടെ, വളരെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചത് എന്നറിയാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണം മാത്രം എടുത്താൽ മതി. ഇപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള ട്രെയിനുകളായാലും ഇങ്ങോട്ടേക്ക് വരുന്ന ട്രെയിനുകളായാലും യാത്രക്കാരുടെ എണ്ണം കൊണ്ട് നിറഞ്ഞു. അതായത് ട്രെയിൻ ടിക്കറ്റുകൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിഞ്ഞു. അപ്പോൾ ഈ ചെനാബ് നദിയുടെ മുകളിലൂടെ ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഗോപുരം എന്നാണ് ഈഫൽ ടവറൊക്കെ അറിയപ്പെടുന്നത്. ഈ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ഒരു റെയിൽ പാതയിലൂടെയാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേ പാത എന്താണ്, ഈ പാതയുടെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ഒന്ന് നേരിട്ട് അറിയാനായിട്ട്, കണ്ടു മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് തദ്ദേശീയരായ നിരവധി സഞ്ചാരികൾ എത്തുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ജമ്മു കാശ്മീരിലേക്ക് എത്താം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രെയിനിൽ നേരെ കാശ്മീരിലേക്ക് എത്താം. ഇത് നമ്മൾ വലിയ പ്രചാരം കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ആളുകളെ മുഴുവൻ ഇവിടേക്ക് എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യൻ വനിതയാണ്. കേൾക്കുമ്പോൾ പെട്ടെന്നൊരു അത്ഭുതമൊക്കെ തോന്നും. ഇന്ത്യൻ വനിത എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ മുഴുവൻ പ്രോജക്റ്റിൻ്റെയും നിയന്ത്രണം കൈവരിച്ച ഡോക്ടർ മാധവി ലത ഗാലി എന്ന് പറയുന്ന വനിത. അവരാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയോടൊക്കെ പൊരുതി ഇത്രയും മികച്ച ഒരു പദ്ധതി പൂർത്തിയാക്കിയത്. അതായത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ മേധാവിയൊക്കെ ആയിരുന്ന ഈ മാധവി ലത ഒരു വലിയ പദ്ധതി ഇന്ത്യക്കായിട്ട് നിർമ്മിച്ച് നൽകുകയാണ്. അപ്പം വെല്ലുവിളി നിറഞ്ഞ പ്രകൃതി, കാലാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ, നിർമ്മാണം പൂർണ്ണമായിട്ടും ദുഷ്കരമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോക്കിനനുസരിച്ച് ഡിസൈനിൽ മാറ്റം വരുത്തുക. ഇതാണ് പ്രൊഫസർ മാധവി ലത ഗാലി എന്ന് പറയുന്ന ഈ വനിതയുടെ ഏറ്റവും വലിയ കൈക്കരുത്ത്. അതായത് ഇവരാണ് ജമ്മു കാശ്മീരിനെ ശ്രീനഗറുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്രയും മനോഹരമായ ഒരു റെയിൽപാത നിർമ്മിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഡിസൈൻ ആസ് യു ഗോ എന്ന രീതിയിലാണ് ഇവർ നിർമ്മിച്ചത്. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമാകാം. ഈ നിരീക്ഷണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള പര്യവേഷണം നടത്തുമ്പോഴൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പാറക്കൂട്ടങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതിനെയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ മുകളിലൂടെ പാലം പണിഞ്ഞ് അതിൻ്റെ മുകളിലൂടെ റെയിൽ പാതകൾ നിർമ്മിച്ച് അപ്പോൾ ഡിസൈനിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ തന്ത്രപരമായി ഇങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞ 17 വർഷമായി ഈ പാതയുടെ പിന്നിൽ പ്രവർത്തിക്കുകയാണ് ഈ മാധവി ലത എന്ന് പറയുന്ന ഇന്ത്യൻ എഞ്ചിനീയർ. അപ്പോൾ സിവിൽ എഞ്ചിനീയറാണ് ഇവർ ഭൗമശാസ്ത്രപരമായ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ബ്രിഡ്ജ് രൂപകൽപ്പന ചെയ്തു. അതിൽ ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ ജേണലിൽ ഒരു പ്രത്യേക പതിപ്പിറങ്ങിയായിരുന്നു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള. ആ പതിപ്പിൽ ഡിസൈൻ ആസ് യു ഗോ ദ കേസ് സ്റ്റഡി ഓഫ് ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതി. ഈ ലേഖനത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ സ്വീകാര്യത കിട്ടി. അപ്പോൾ ആ വനിതയുടെ ഒരു നിശ്ചയദാർഢ്യം, അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം എല്ലാ പിന്തുണയും നൽകിയപ്പോൾ അവർക്ക് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അപ്പോൾ വിള്ളലുള്ള പാറക്കൂട്ടങ്ങളുണ്ടായി, അതുപോലെ തന്നെ ഈ നദിയിലെ സാന്നിധ്യം, ശക്തമായ കാറ്റ്, പ്രതികൂല കാലാവസ്ഥ,
ഇതിനെയൊക്കെ അതിജീവിക്കണം. ഒപ്പം ഭൂകമ്പത്തിൻ്റെ ഒരു സാധ്യതയുമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ പാലം നിർമ്മിച്ചത്. പാലത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടന, മാതൃക, സ്ഥലം മാത്രമാണ് ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് തൂണുകളുടെ അളവുകൾ, അവയുടെ സ്ഥാനം, അടിത്തറ, പാലത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ ഭൗമശാസ്ത്രപരമായ അവസ്ഥകൾക്കനുസരിച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത. അതായത് 1.31 കിലോമീറ്റർ നീളത്തിലാണ് നമ്മൾ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ശക്തമായ കാറ്റുണ്ടാകാം, കാലാവസ്ഥ പ്രതികൂലമാകാം. അപ്പോഴൊക്കെ തന്നെ ഈ ട്രെയിനുകൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് പൂർത്തിയായിരിക്കുന്നത്. 1486 കോടി രൂപ ചിലവഴിച്ച് നമ്മളിത് നിർമ്മിക്കുന്നു. അപ്പോൾ മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം എത്ര മികച്ചതാണെന്ന് ആലോചിച്ചു. ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്ന പ്രൊഫസർ മാധവി ലത ഗാലി ഇന്ത്യയിലേക്ക് വീണ്ടും വിദേശ സഞ്ചാരികളെ എത്തിക്കുന്നു. തദ്ദേശീയ സഞ്ചാരികളെ മുഴുവൻ കാശ്മീരിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. അപ്പോൾ ചെനാബ് റെയിൽവേ പാലത്തിന് മുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ഭാരതീയൻ്റെയും ഒരു ആഗ്രഹം, അഭിലാഷമൊക്കെയായി മാറുന്നു. അത് പ്രായമേറിയ ആൾക്കാരിൽ മാത്രമല്ല, കൊച്ചു കുട്ടികൾക്കും വരെയുണ്ട്. ഇപ്പം ഈഫൽ ഗോപുരം ഒന്ന് നേരിട്ട് പോയി കാണുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ വിഭാഗത്തിന് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യയിലെ തന്നെ കാശ്മീർ സന്ദർശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായി മാറാം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്കാർ വിചാരിച്ചാൽ സാധിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമപട്ടിണിയിലൊന്നുമല്ല. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. കുറച്ച് പൈസയൊക്കെ മാറ്റിവെച്ചാൽ നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളും സന്ദർശിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന് ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇപ്പോൾ 1992 ജവഹർലാൽ നെഹ്റു ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ഡോക്ടർ മാധവി ലത ഗാലി എന്ന് പറയുന്ന ഈ വനിത പിന്നീട് പാറങ്കലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്നു. അതിനുശേഷം മികച്ച ജിയോ ടെക്നിക്കൽ വനിതാ ഗവേഷകയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഈ പദ്ധതിയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ സ്റ്റീം രംഗത്തെ മികച്ച 75 വനിതകളിൽ ഒരാളായിട്ട് 2022 ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അപ്പം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് മേൽപ്പാലമായ ചെനാബിൻ്റെ ഈ പൂർണ്ണമായ ക്രെഡിറ്റ് നമ്മൾ ഡോക്ടർ മാധവി ലതയ്ക്ക് സമ്മാനിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമായ ആഞ്ചിഘട്ട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 17 വർഷമായിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പം എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളായ ഈ പാലവും അതുപോലെ തന്നെ ഈ വലിയ തൂണുകൾ, ഈ ചെനാബ് നദിക്കും കുറുകെയുള്ള പാലം, ഇതെല്ലാം തന്നെ ഈ ശിവാലിക് പീർപഞ്ചാൽ മലനിരകളിലൂടെ നിർമ്മിച്ച ഒരു പുതിയ എഞ്ചിനീയറിംഗ് വിസ്മയം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് തദ്ദേശീയരായ സഞ്ചാരികൾ ഇപ്പോൾ കൂടുതലായി കാശ്മീരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പിൽ വിശ്വസിച്ച് ഇനിയൊരു ഭീകരാക്രമണമോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ത്യക്കാരായ തദ്ദേശവാസികൾ ജമ്മു കാശ്മീരിലേക്ക് ധാരാളമായി എത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് വീശി ട്രെയിൻ യാത്ര പുറപ്പെട്ടതിന് ശേഷം 20 ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള 20 ദിവസത്തെ ടിക്കറ്റിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെയായിരിക്കും കാര്യങ്ങൾ. കാരണം ഈ മനോഹരമായ കാലാവസ്ഥയിൽ ജമ്മു കാശ്മീർ സന്ദർശിക്കണം. പഹൽഗാം അറ്റാക്കിലൂടെ അവിടെ നിന്ന് സഞ്ചാരികളെ അകറ്റി നിർത്താനുള്ള പാകിസ്ഥാൻ്റെ, അമേരിക്കയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ എന്ന വികാരത്തിൽ ഊന്നി ജീവിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് സാധിക്കും. ഇത് പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ചെനാബ് റെയിൽപാതയിലൂടെയുള്ള ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് എത്തും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നേരത്തെ റോഡ് മാർഗം മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായാൽ, മഞ്ഞിടിച്ചിലുണ്ടായാൽ, അല്ലെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ റോഡ് ഗതാഗതം സ്തംഭിക്കും. ഇവിടെ 260 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിയാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭീകരാക്രമണ സാധ്യതയുണ്ട്. കാരണം ജമ്മു കാശ്മീരാണ്, എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്, ഭീകരരുടെ ഭാഗത്തുനിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് വലിയൊരു സുരക്ഷാ സേനയെ തന്നെ നമ്മളവിടെ വിന്യസിച്ചിട്ടുണ്ട്.
ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിന്? എയർപോർട്ടുകളിൽ ഉള്ളതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള തന്ത്രപരമായ പല കാര്യങ്ങളും നമ്മളിപ്പോൾ പുറത്തുവിടുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ വിനോദസഞ്ചാര മേഖല പിന്നോട്ടല്ല മുന്നോട്ടേക്ക് തന്നെ കുതിക്കുന്നു, കാശ്മീരിലേക്ക് കുതിക്കുന്നു എന്നതിൻ്റെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.